ഇതുവരെ കാണിച്ചതല്ല അഭിനയമാണ്. നീ നീ എന്തൊക്കെയായി പറയുന്നേ? ഒരു പേഷ്യന്റിനെ കണ്ട ഡോക്ടർക്കറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഗിരി, നീ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടുന്നതാ. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റു. നീ ഒപ്പിട്ട അച്ഛനത് വലിയ സന്തോഷാവും. അച്ഛൻ്റെ ഈ വയ്യാകയൊക്കെ മാറുകയും ചെയ്യും. അങ്ങനെ അമ്മാവന് സന്തോഷം കിട്ടുമെങ്കിൽ, അമ്മാവൻ്റെ അസുഖം മാറുമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. ഞാൻ കാരണം എൻ്റെ അമ്മാവനൊന്നും സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഈ ജന്മത്തെനിക്ക് മനസമാധാനം കിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് ഇത് പാനിക് അറ്റാക്ക് ആണെന്നാ തോന്നുന്നത്. ഇന്ന് പറഞ്ഞ എന്താ മോളെ? പെട്ടെന്ന് തീവ്രമായ ഉത്കണ്ഠ ഉണ്ടാവുമ്പോ ഒരു തരം പാനിക് അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. ഇതിന് ഹോസ്പിറ്റലിൽ പോണമെന്നില്ല അച്ഛാ. ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അല്ല, ഇഞ്ചക്ഷനോ? എന്തിന്റെ ഇഞ്ചക്ഷൻ? ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയാലും മതി. അല്ല മോളെ, ഇപ്പൊ വന്നില്ലേ ആ ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നായിരുന്നു. ഒന്നുകൂടെ എടുത്താ അച്ഛന്റെ മുഴുവൻ അസുഖം മാറും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല മോളെ, ഈ മരുന്നൊക്കെ മോളുടെ കയ്യിലുണ്ടായിരുന്ന? പിന്നെ അതെ, എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ അസുഖം മാറുന്നു തന്നെ പറയാം. അല്ല മോളെ, ഇപ്പൊ ആ ഡോക്ടറെ ഒരു ഇഞ്ചക്ഷൻ തന്നില്ലേ, അതിന്റെ വേദന എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഏത് കയ്യിലാ ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നേ? ഈ കയ്യില്. ആ കയ്യിലല്ലേ? അതിനിപ്പോ എന്താ, നമുക്ക് അപ്പുറത്തെ കയ്യിലെടുത്തേക്കാം. അല്ല, ഈ ചെറിയ സമയത്തിനുള്ളിൽ 2 ഇഞ്ചക്ഷൻ എടുക്കാമോ? അതൊന്നും കുഴപ്പമില്ല അച്ഛാ, കുഴപ്പമില്ല. അച്ഛാ ഷർട്ട് ഊര്. അല്ല, കൈ കാണിക്കേ. അല്ല മോളെ, ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്റെ അസുഖമൊക്കെ മാറി. ആ ഡോക്ടറുടെ ഇഞ്ചക്ഷൻ അതോടെ എല്ലാം ശരിയായി. എന്റെ അച്ഛൻ ഇതൊക്കെ ഇപ്പൊ വെറുതെ തോന്നുന്നതാ. അല്ല മോളെ, അയ്യോ. അച്ഛൻ കൈ കാണിച്ചേ. ഈ ഇഞ്ചക്ഷൻ എടുത്താ അച്ഛന് പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റും. ഇപ്പൊ നടക്കാൻ പറ്റുള്ളൂ ആരാ പറഞ്ഞേ? ഞാനൊന്ന് നോക്കട്ടെ. മോളൊന്ന് മാറിക്കേ. അല്ല, കണ്ട, എഴുന്നേറ്റ് നിന്ന്. അയ്യോ, ഞാൻ നടക്കത്തെ കണ്ടോ? ഓ, ഞാൻ പറഞ്ഞില്ലേ മക്കളെ, എല്ലാം ശരിയായടാ. ഓ, ആ ഡോക്ടർ എന്തായാലും കൊള്ളാം കേട്ടോ. എത്ര പെട്ടെന്ന് എന്റെ അസുഖം മാറ്റിയത്. ഓ, മരണത്തിന്റെ കയറ്റിന്നാ ഞാനിപ്പോ രക്ഷപ്പെട്ടത്. അയ്യോ, എന്റെ കരുതിയിലേക്കാവില്ലമ്മേ. അച്ഛന്റെ അസുഖം ഇപ്പോഴെനിക്ക് മനസ്സിലായത്. നേരത്തെ ഒരു ചെറിയ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആണോ മോനെ? വലിയ അസുഖമാണോ മോളെ? അതെ, ഒരു വലിയ അസുഖം. മരണത്തോടെ ഇത് മാറും. അല്ല, അതെന്ത് രോഗമാ? അയ്യോ,
ആരും കേൾക്കാൻ പാടില്ലാത്ത അസുഖമാണോ മോളെ? ഏ? ഏ? എന്താ മോളെ? ഏ? എന്താ എന്റെ അസുഖം? ആ ഒരൊറ്റ പേര്, അഹങ്കാരം എന്ന്. ഏ? ആ, അച്ഛന് ഒരസുഖവുമില്ല. ഇതുവരെ കാണിച്ചതല്ല അഭിനയമാണ്. ഹാ, നീ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒരു പേഷ്യന്റിനെ കണ്ട ഡോക്ടർക്കറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടിയ നാടകമൊക്കെ അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ പാർവതിക്ക് MBBS എന്ന 4 അക്ഷരത്തിന്റെ ഡിഗ്രി വേണ്ട. സ്വന്തം അച്ഛന്റെ കുരുട്ടുബുദ്ധിയുടെ വളരെ കുറച്ച് മതി. എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാത്തപ്പോഴാ ഓരോന്ന് പറഞ്ഞു പോകുന്നത്. അതെ, എന്നെ നീ മര്യാദയൊന്നും പഠിപ്പിക്കാൻ വരണ്ട. മര്യാദ ഇല്ലെങ്കിലേ അത് പഠിക്കുന്നതിൽ തെറ്റില്ല, ആരുടെ അടുത്തുനിന്നാണെങ്കിലും. മര്യാദ പഠിക്കുന്നത് വീട്ടിൽ നിന്നായാ അത്രയും നല്ലത്. മറ്റുള്ളവരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഭാഷയും ശൈലി ഇതായിരിക്കില്ല. നിർത്തടി. നീയേ പറഞ്ഞു എവിടെ കയറി പോവുക? നിന്നെ വളർത്തിയത് ഞാനാ. ആ എന്റെ നേർക്ക് വല്ലാതെ കയറി കൊണ്ട് ചാടല്ലേ. വളർത്തി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എന്തിനു കൂട്ടു നിൽക്കണോ ഞാൻ? ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കണോ? ഇത്രയും തരം താണ ഒരു അച്ഛന്റെ മകളായി പോയല്ലോ ഞാൻ. ഡേ. ഉത്തരം മുട്ടുമ്പോഴല്ല ഈ സ്ഥിരം കലാപരിപാടി ഉണ്ടല്ലോ, അതിന് എന്നോട് വേണ്ട. ഒരിക്കൽ തല്ല് വാങ്ങിയിട്ടുണ്ട് ഈ കയ്യിൽ നിന്ന്. ഇനി എന്നെ തല്ലാൻ വരരുത്.